മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കേവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 90-ാം സങ്കീർത്തനം 8-ാം തിരുവാക്യം, ഞങ്ങളുടെ രഹസ്യ പാപങ്ങൾ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ വെളിപ്പെടുന്നു. സങ്കീർത്തകൻ തൻ്റെ ഹൃദയ വിചാരങ്ങൾ നമ്മുടെ മുൻപിൽ വെളിവാക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ രഹസ്യ പാപങ്ങൾ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ വെളിപ്പെടുന്നു. കർത്താവിൻ്റെ മുഖപ്രകാശത്തിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കളായ നമ്മൾ. നമ്മൾ ജീവിക്കേണ്ടത് ഈ ലോകം കണ്ടുകൊണ്ടല്ല, നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനായ കർത്താവിന്റെ തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് നമ്മൾ കൃപയിൽ മുന്നേറുമ്പോൾ നമുക്ക് ആവശ്യമായ സകല നന്മകളും കർത്താവ് പ്രദാനം ചെയ്യും. ആയിരിക്കുന്നിടത്ത് നിങ്ങളെല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. മോശയുടെ വലത് കൈയിലേക്ക് കർത്താവ് തന്റെ ഭുജബലം പകർന്നതുപോലെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് തന്റെ അധികമായ ശക്തി കർത്താവ് നൽകുന്ന സമയമാണ്. തളർച്ചകള്, മടുപ്പ്, ക്ഷീണം, ബലഹീനതകളെല്ലാം വിട്ടൊഴിയുന്ന സമയം. കരമുയർത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, അനുഗ്രഹത്തിന്റെ അഭിഷേകമായി, അനുഗ്രഹത്തിന്റെ അഭിഷേകമായി, കൃപയുടെ നദിയായി, കൃപയുടെ നദിയായി, വചനത്തിന്റെ അഭിഷേകമായി, വചനത്തിന്റെ അഭിഷേകമായി, ശക്തിയുടെ ആത്മാവായി, ശക്തിയുടെ ആത്മാവായി പതിനായിരങ്ങളിലേക്ക് നിറഞ്ഞൊഴുകണമേ, പതിനായിരങ്ങളിലേക്ക് നിറഞ്ഞൊഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിന്റെ അഭിഷേകം തീയായി അനേകം ആയിരങ്ങളിൽ കത്തിപ്പടരുന്ന സമയം നമ്മുടെ കുടുംബങ്ങളെ ഈശോ സന്ദർശിക്കാൻ പോവുകയാണ്. മാതാപിതാക്കളും മക്കളും കുടുംബമായി നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുകയാണ്. വി വർഷിപ്പ് ലോ. കർത്താവേ, കരമുയർത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അഭിഷേകത്താൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ചേർന്ന് പാടിക്കേ. ആത്മാവിൻ തീനാളങ്ങൾ ഈശോയെ പ്രവർത്തിക്കണമേ, മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ, ഞങ്ങളുടെ തലമുറകളിൽ പെയ്തിറങ്ങട്ടെ, പെയ്തിറങ്ങട്ടെ, അഭിഷേകം പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ശക്തിയോടെ കരം പിടിച്ച് അഭിഷേകത്തിൽ നിറഞ്ഞ് പാടി സ്തുതിക്കുന്നു. മഴയായി പെയ്യട്ടെ. കരങ്ങൾ ഉയർത്തി അടിച്ചു പാടാം. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. പരിശുദ്ധാത്മാവേ, സകല പാപക്കെട്ടുകളും പൊട്ടട്ടെ, ശാപദുഃഖങ്ങൾ ഒടിയട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ ഹല്ലേലൂയ, ഹല്ലേലൂയ. മഴയായി പെയ്യട്ടെ.
കാറ്റായി വീശട്ടെ. ഞങ്ങളെ കുടുംബങ്ങളിലേക്ക് കാറ്റായി വീശട്ടെ, തീയായി കത്തട്ടെ. ലോകരാജ്യങ്ങളിൽ തീയായി കത്തട്ടെ, മഴയായി പെയ്യട്ടെ. പഞ്ചഭൂഖണ്ഡങ്ങളിൽ പെയ്യട്ടെ, മഴയായി പെയ്യട്ടെ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവ് പകരുന്ന ഈ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് ഹൃദയം തുറന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. വരിക വരിക വരിക. ഈ സ്തുതി ആരാധന പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങളുടെ മേൽ കത്തിപ്പടരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപക്കെട്ടുകളെ പൊട്ടിക്കണമേ. കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ പ്രകാശത്താൽ ഞങ്ങളുടെ ജീവിതങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങളുടെ മേൽ ഇന്നോളം വീണിരിക്കുന്ന സകല ശാപക്കറകളിലേക്കും കർത്താവിന്റെ തിരിച്ചോട് ഒഴുകപ്പെടട്ടെ. യേശുവിന്റെ ചോരയാൽ കുടുംബങ്ങൾ കഴുകപ്പെടട്ടെ. തലമുറകൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേശാന്തരങ്ങളിൽ അഭിഷേകത്തിന്റെ തീ പടരട്ടെ. ലോക രാജ്യങ്ങൾ സുവിശേഷത്തിനെ തുറക്കപ്പെടട്ടെ. സാത്താൻ കോട്ടകളിലേക്ക് സ്വർഗത്തിൽ അഗ്നിയിറങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വർഷങ്ങളായി സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന ജീവിതങ്ങൾ അത്ഭുത വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവേ, ഉന്നതമായ ഡെലിവറൻസുകൾ ഈ സമയം കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപാസക്തികളിലേക്ക് കർത്താവിൽ നിന്ന് അഗ്നിയിറങ്ങട്ടെ. സകല ആസക്തികളെയും കർത്താവെ കത്തിച്ചാരമാക്കി കളയണമേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. തലമുറകൾ അഭിഷേകം ചെയ്യണമേ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ആയിരങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ. കർത്താവേ, കരമുയർത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. താങ്ക് യു ജീസസ്. പരിശുദ്ധ അമ്മേ, ഞങ്ങളെല്ലാവരും കർത്താവിൻ്റെ മുഖപ്രകാശത്തിൽ ജീവിക്കുന്നവരാകുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ ആനന്ദമുള്ളവരാകാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് കായേന്റെ മാർഗം ഉപേക്ഷിക്കുക. കായേന്റെ മാർഗം ഉപേക്ഷിക്കുക. യൂദാസിൽ എഴുതിയ ലേഖനം 1-ാം അധ്യായം 11-ാം തിരുവചനം. അവർക്ക് ദുരിതം. എന്തുകൊണ്ടെന്നാൽ അവർ കായേന്റെ മാർഗത്തിലൂടെ നടക്കുകയും ലാഭേച്ഛ കൊണ്ട് ബാലാമിന്റെ തെറ്റിൽ ചെന്ന് വീഴുകയും കോറായുടെ പ്രക്ഷോഭത്തിൽ നശിക്കുകയും ചെയ്യുന്നു. ഈ വചനത്തിലൂടെ കർത്താവിന്റെ ആത്മാവ് എന്താണ് സഭാ മക്കളോട് പറയുന്നത്? അപ്പോസ്തലനായ യൂദാസിനെ ഒരു വലിയ ആത്മീയ വെളിപാട് പരിശുദ്ധാത്മ നൽകുകയാണ്. കാലം അതിനന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ ആത്മീയ സമൂഹങ്ങളിൽ വന്നു ഭവിക്കുന്ന ആത്മീയ തകർച്ചയെക്കുറിച്ച് സ്ലീഹയ്ക്ക് കർത്താവ് കാണിച്ചു കൊടുക്കുക. അവർക്ക് ദുരിതം. എന്തെന്നാൽ അവർ കായേന്റെ മാർഗത്തിൽ നടക്കുന്നവരാകുന്നു. ഞാൻ ഈ വചനം വായിച്ച് ധ്യാനിച്ചപ്പോൾ ചില മർമ്മങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രകാശിപ്പിച്ചു. എന്താണ് കായേന്റെ മാർഗം? കായേന്റെ മാർഗത്തിൽ നടന്നാൽ അവർക്ക് ദുരിതമെന്ന് ദൈവത്തിന് തിരുവെഴുത്ത് പഠിപ്പിക്കുമ്പോൾ കായേന്റെ മാർഗം എന്താണെന്ന് ഈ കാലഘട്ടത്തിലെ ദൈവജനം തിരിച്ചറിയണം. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന്റെ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 1-ാം വചനത്തിൽ സഭയോട് പറയുന്നുണ്ട്, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. ആ കാലഘട്ടത്തിലുള്ള മനുഷ്യരുടെ പ്രത്യേകതയെക്കുറിച്ച് തുടർ വചനങ്ങളിൽ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ്. അതിന് 5-ാമത്തെ തിരുവചനം, അവർ ഭക്തിയുടെ ബാഹ്യരൂപം അണിഞ്ഞ്
അതിൻ്റെ ആന്തരിക ചൈതന്യത്തെ നിഷേധിക്കും. കായേന്റെ മാർഗം എന്താണ്? ഭക്തിയുടെ ബാഹ്യരൂപം കണ്ടാൽ നല്ല ആത്മീയരായി എന്ന് തോന്നും. പ്രാർത്ഥനാ മനുഷ്യര്, വിശുദ്ധിയുള്ള ജീവിതങ്ങള്, നല്ല ഭക്തന്മാരാണെന്ന് തോന്നുമാറ് ഭക്തിയുടെ ബാഹ്യരൂപം അണിഞ്ഞ് അതിൻ്റെ യഥാർത്ഥ ആന്തരിക ചൈതന്യത്തെ നിഷേധിക്കുന്ന മാർഗമാണ് കായേന്റെ മാർഗം. ഇന്ന് ആത്മീയ മണ്ഡലങ്ങളിൽ കായേന്റെ ഈ ആത്മീയത ധാരാളം പടർന്നു പിടിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം ഇതിനോടുള്ള ബന്ധത്തിൽ എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? കായേൻ ഒരു നിരീശ്വരവാദിയൊന്നും ആയിരുന്നില്ല. നമ്മൾ തെറ്റിദ്ധരിക്കരുത്. കായേൻ വിശ്വാസിയായിരുന്നു. സംശയമുണ്ടോ? ഉൽപ്പത്തിയുടെ പുസ്തകത്തിലോട്ട് വരിക, 4-ാം അധ്യായം 3-ാമത്തെ വചനം. കായേൻ തൻ്റെ വിളവിലെ ഒരു ഭാഗമെടുത്ത് അവൻ കർത്താവിനെ ബലിയർപ്പിച്ചു. കായേൻ പിശാചിന് ബലിയർപ്പിച്ചു എന്നല്ല തിരുവെഴുത്ത് പറയുന്നത്. കായേൻ തൻ്റെ വിളവിലെ ഒരു ഭാഗമെടുത്ത് കർത്താവിനെ ബലിയർപ്പിച്ചു. അപ്പം കായേൻ വിശ്വാസിയായിരുന്നു. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോകുന്നവൻ. എന്നാൽ കായേൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നം അവന് കർത്താവുമായി ബന്ധമില്ലായിരുന്നു. വെറും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഭക്തി പ്രകടനങ്ങളുടെ കാട്ടിക്കൂട്ടലുകളുമായി കായേൻ ഒരു വിശ്വാസ ജീവിതം നയിക്കുകയാണ്. എന്നാൽ ആബേലിൻ്റെ ജീവിതത്തിലോട്ട് വരിക, 4-ാമത്തെ വചനം. ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടികളെ തിരഞ്ഞെടുത്ത് അതിലേറ്റവും കൊഴുപ്പുള്ള ഭാഗം കർത്താവിനെ ബലിയർപ്പിച്ചു. ദൈവാത്മാവ് സാക്ഷ്യപ്പെടുത്തുന്നു, ആബേലിലും അവൻ്റെ കാഴ്ചകളിലും കർത്താവ് പ്രസാദിച്ചു. എന്നാൽ കായേനിലും അവൻ്റെ കാഴ്ചകളിലും കർത്താവ് പ്രസാദിച്ചില്ല. ആ വചനം നമ്മളൊക്കെ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ കായേൻ്റെ ബലി ദൈവം സ്വീകരിക്കാഞ്ഞത്? ഞാൻ കുഞ്ഞുനാളിലൊക്കെ ധരിച്ചു വെച്ചിരുന്നത് കായേൻ അവൻ്റെ ആ കൃഷിയിടത്തിൽ നിന്ന് ചീഞ്ഞ പഴങ്ങളും ചീഞ്ഞ മറ്റു ഭക്ഷ്യവസ്തുക്കളൊക്കെയാണ് അവൻ കർത്താവിനെ കാഴ്ച അർപ്പിച്ചത്. അതുകൊണ്ടാണ് കർത്താവ് അത് പ്രസാദിക്കാഞ്ഞതാണ്. എന്നാൽ വചനം അങ്ങനെ പറയുന്നില്ല. കായേൻ തൻ്റെ വിളവിൻ്റെ നല്ല ഭാഗം തന്നെയാണ് കർത്താവിന് സമർപ്പിച്ചത്. എന്നാൽ അവൻ്റെ ബലി കർത്താവ് സ്വീകരിക്കാത്തതിൻ്റെ കാരണം പരിശുദ്ധാത്മ വ്യക്തമായ വചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. കായേനിൽ ദൈവം പ്രസാദിച്ചില്ല. കായേന്റെ ജീവിതം കർത്താവിന് പ്രസാദകരമായ ജീവിതമായിരുന്നില്ല. കായേന്റെ വിശ്വാസം കർത്താവിന്റെ ഹൃദയത്തെ ആനന്ദിപ്പിച്ചില്ല. കർത്താവിനെ വേദനിപ്പിച്ചുകൊണ്ട്, കർത്താവിനെ ദുഃഖിപ്പിച്ചുകൊണ്ടാണ് അവൻ ജീവിച്ചത്. അതുകൊണ്ട് അവന്റെ കാഴ്ചകളിൽ, അവന്റെ ബലികളിൽ ദൈവം പ്രസാദിച്ചില്ല. സുഭാഷിത പുസ്തകം, നിയമം വകവയ്ക്കാത്തവന്റെ പ്രാർത്ഥന കർത്താവിന് വെറുപ്പാണ്. എന്തൊരു ഷാർപ്പായി വചനം! നമുക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? കർത്താവിന്റെ വചനത്തെ അനുസരിക്കാത്തവന്റെ, കർത്താവിനെ ധിക്കരിക്കുന്നവന്റെ, കർത്താവിന് പ്രസാദകരമായി ജീവിക്കാത്തവന്റെ പ്രാർത്ഥന, അവന്റെ കാഴ്ചകള്, അവന്റെ ദാനധർമ്മങ്ങള് കർത്താവിന് വെറുപ്പാണെന്ന്. അതുകൊണ്ടാണ് അവന്റെ ബലി കർത്താവ് സ്വീകരിക്കാഞ്ഞത്. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 16-ാം വചനത്തിലോട്ട് വരിക. ആബേലിന്റെ ബലി ദൈവം സ്വീകരിച്ചു. കായേന്റെ ബലി സ്വീകരിക്കാതെ വന്നപ്പോൾ അവൻ അത്യധികം കോപാകുലനായി. പിന്നീട് നമുക്ക് കാണാൻ പറ്റും, അസൂയ മൂത്ത് കപടതയുടെ മുഖം മൂടി അണിഞ്ഞ് അവൻ തൻ്റെ സഹോദരനെ കൊല്ലുകയാണ്. ഭൂമിയിൽ ആദ്യത്തെ കൊലപാതകിയായിരുന്നു കായേൻ. എന്താ അവസാനം ഉണ്ടായത്? കായേൻ കർത്താവിൻ്റെ സന്നിധി വിട്ടു. അവൻ നോദ് ദേശത്ത് ചെന്ന് അവിടെ വാസമുറപ്പിച്ചു. അവൻ കർത്താവിൻ്റെ സന്നിധി വിട്ടു. കർത്താവിനെ അവൻ വിട്ടുകളഞ്ഞു. ദൈവമില്ലാത്തൊരു തലമുറ, കർത്താവിനെ വിട്ടുകളഞ്ഞൊരു തലമുറ, കായേൻ്റെ തലമുറ ദൈവമില്ലാത്തൊരു തലമുറയായിട്ട് മാറി. ദൈവിക ചൈതന്യത്തെ നിഷേധിച്ച ഒരു തലമുറയായിട്ട് മാറുകയാണ്. തീത്തോസിന്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് വളരെ ശക്തമായ ഭാഷയിലാണ് സഭയോട് പറയുന്നത്.
അവർ ദൈവത്തെ അറിയുന്നുവെന്ന് ഭാവിക്കുന്നു. ഞങ്ങൾ ദൈവത്തിന് ഏറ്റവും അടുത്ത ആൾക്കാരാണ്. അവിടെ ഭക്തി പ്രകടനങ്ങൾ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഓ, ഇത് എന്തുമാത്രം വലിയൊരു വിശുദ്ധനാണിത്. അവർ ദൈവത്തെ അറിയുന്നതായി ഭാവിക്കുന്നു. എന്നാൽ തങ്ങളുടെ പ്രവൃത്തികൾ വഴി അവർ ദൈവത്തെ നിഷേധിക്കുന്നു. ഒരു വ്യക്തി കർത്താവിനെ സ്നേഹിക്കുന്നത് നമ്മൾ തിരിച്ചറിയുന്നത് അവൻ്റെ വാക്കുകളിലല്ല, അവൻ്റെ ജീവിതം കൊണ്ടാണ്, അവൻ്റെ പ്രവൃത്തി കൊണ്ടാണ്. ഞാൻ ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഒരു സംഭവം എൻ്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ്. ഒരിക്കലും ഒരു ബൈബിൾ കൺവെൻഷനായി ഒരു സ്ഥലത്ത് കടന്നു ചെന്നു. കൺവെൻഷന് 3-ാം ദിനം പിന്നിട്ടപ്പോൾ ആ ദേശത്തിലെ പ്രമാണിയായിട്ടുള്ള ഒരു ചേട്ടായി, അദ്ദേഹം എൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, ബ്രദർ, ഈ പള്ളിയൊക്കെ എങ്ങനെയുണ്ട്? നമ്മൾ കൊള്ളാം, വളരെ മനോഹരമായിരിക്കും, നല്ല പള്ളിയാണ്, കോടികൾ മുടക്കിയിട്ടുള്ള ഒരു വലിയ പള്ളി. അദ്ദേഹം പറഞ്ഞു, ആ പള്ളിയുടെ ആനവാതിൽ കണ്ടു. ലക്ഷങ്ങൾ മുടക്കി ഞാനാണ് ഈ ആനവാതില് പള്ളിക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൂണ് കണ്ടു, ജനല് കണ്ടു, ഈ ഗ്ലാസ് പെയിന്റിങ് കണ്ടു, അത്ര മനോഹരമായിരിക്കുന്നു. സഹോദര, ഇതൊക്കെ ഞാനാണ് പള്ളിക്ക് നൽകിയത്. ഞാൻ പറഞ്ഞു, കൊള്ളാം ചേട്ടായി, നല്ല കാര്യം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ പ്രധാന ഗേറ്റ് കടന്ന് വേറൊരു സഹോദരൻ പള്ളിമുറ്റത്തേക്ക് നടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തെ കണ്ട മാത്രയിൽ എന്നോട് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആ ചേട്ടായി പറഞ്ഞു, കണ്ടില്ല അവൻ വരുന്നത്, ബ്രദർ അവനെ നോക്കിക്കേ. അപ്പോഴാണ് ഞാൻ ഇദ്ദേഹം പറഞ്ഞ സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ ഒരു ചേട്ടായി പള്ളിമുറ്റത്തേക്ക് കയറി വരുന്നുണ്ട്. ഉടനെ അദ്ദേഹം അല്പം കോപാകുലനായി പെട്ടെന്ന് മുഖഭാവമൊക്കെ മാറി. അദ്ദേഹം പറഞ്ഞു, അവൻ പള്ളിയിൽ എൻ്റെ അരികിൽ വന്ന് ഇരുന്നാൽ എനിക്ക് അവൻ്റെ അരികിൽ ഇരിപ്പുറയ്ക്കത്തില്ല. ഞാൻ വളരെ സ്നേഹത്തോടെ ചോദിച്ചു, അല്ല എൻ്റെ പൊന്നു ചേട്ടായിക്ക് മൂലക്കുരുവിൻ്റെ വല്ല പ്രോബ്ലം ഉണ്ടോ? ചിരിക്കാൻ പറഞ്ഞതല്ല, ഉള്ള കാര്യം പറഞ്ഞത്. മൂലക്കുരുവിൻ്റെ വല്ല പ്രോബ്ലം ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു, മൂലക്കുരുന്നില്ല, പക്ഷേ എനിക്ക് അവൻ പള്ളിയിൽ എൻ്റെ അടുത്ത് വന്നിരുന്നാൽ എനിക്ക് അവനടുത്ത് ഇരിപ്പുറയ്ക്കത്തില്ല. കർത്താവിൻ്റെ അടിസ്ഥാന പ്രമാണമാണ് സ്നേഹിക്കുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. ഇത് കർത്താവിൻ്റെ അടിസ്ഥാന പ്രബോധന. ഇതിനേക്കാൾ വലിയൊരു കൽപ്പന ഇല്ല പ്രിയപ്പെട്ടവരെ. സ്നേഹത്തിന്റെ പൂർണ്ണത പ്രാപിക്കേണ്ടവരാണ് കർത്താവിൻ്റെ ജനം. ഇദ്ദേഹം പറയാണ്, എനിക്ക് അവനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് അവനോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. അവൻ എനിക്കെതിരെ സംസാരിച്ചവനാണ്, അവൻ എനിക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞവനാണ്. ഞാൻ ചിന്തിച്ചു, ഈ മനുഷ്യന്റെ ആത്മീയത കായന്റെ ആത്മീയതയാണ്. കായന്റെ മാർഗത്തിൽ നടക്കുന്നത്. സ്നേഹിക്കുക എന്നുള്ള കർത്താവിന്റെ അടിസ്ഥാന പ്രമാണത്തെ ചവിട്ടിക്കളഞ്ഞ് പള്ളിക്ക് ലക്ഷങ്ങൾ മുടക്കുള്ള ആനവാതിൽ കൊടുത്തത് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? എൻ്റെ ദൈവത്തിന്റെ പൈതലെ, ഒരു പ്രയോജനവുമില്ല. ഗ്ലാസ് പെയിന്റിങ് അല്ലെങ്കിൽ വേറെ എന്നാ പെയിന്റിങ് കൊണ്ടുള്ള ജനറൽ ഉണ്ടാക്കി കൊടുത്താലും അതൊന്നും കർത്താവിന്റെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുകയില്ല. എന്നിട്ട് ഇദ്ദേഹം കുർബാന കൊടുക്കുന്ന സമയത്ത് യാതൊരു മടിയും കൂടാതെ ആ വരിയിൽ നിന്ന്, ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം, ഈ പാട്ടും പാടിയിട്ടാണ് ഈശോയുടെ രക്തശരീരങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത്. ഇതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ വിശ്വാസ സമൂഹത്തോട് പറയുന്നത്, കായേന്റെ മാർഗം ദൈവജനം വിട്ടുപേക്ഷിക്കണം. ഇന്ന് ആത്മീയതയുടെ ഒരു വലിയ തകർച്ചയ്ക്കുള്ള കാരണം ഈ റോങ് സ്പിരിച്വാലിറ്റിയാണ്. ഇതാണ് അപ്പോസ്തലനായ പൗലോസ് സഭയോട് പറഞ്ഞത്. അവർ തങ്ങളുടെ ദൈവത്തെ അറിയുന്നതായി ഭാവിക്കുന്നു, എന്നാൽ അവരുടെ പ്രവൃത്തികൾ വഴി അവർ ദൈവത്തെ നിഷേധിക്കുന്നു. ഇപ്രകാരമുള്ള അനേകം ഭക്തശിരോമണികൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട് പ്രിയപ്പെട്ടവരെ. യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത് കർത്താവിൻ്റെ സ്വഭാവത്തിലുള്ള വളർച്ചയാണ്. ഇതാണ് സ്വർഗം ആഗ്രഹിക്കുന്ന ആത്മീയത. ഇത് തന്നെയാണ് സഭ ആഗ്രഹിക്കുന്നതും. ഒരിക്കലും ഒരു അമ്മച്ചിയുടെ കഥ നമ്മൾ അനേകർ കേട്ടിട്ടുണ്ടില്ലേ? അമ്മച്ചി ഭയങ്കര പ്രാർത്ഥനാക്കാരിയാണ്. എൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചിമാർ എന്നോട് പിണങ്ങരുത്, എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. 4-5 മണിക്കൂർ ഈ അമ്മച്ചി പ്രാർത്ഥിക്കും.
10 ജപമാല, 25 കരുണക്കൊന്ത, ഏകദേശം 5-6 പ്രാവശ്യം കുരിശിൻ്റെ വഴി, പിന്നെ പലതരത്തിലുള്ള നൊവേനകൾ, ഇങ്ങനെയുള്ള അനേകം പ്രാർത്ഥനകൾ എന്നും പതിവായി അമ്മച്ചി ചൊല്ലുമായിരുന്നു. ഈ അമ്മച്ചിക്ക് ഒരു കൊച്ചുമോനുണ്ട്, പേരക്കുട്ടിയ, മോൻ്റെ മോന, മിടുമിടുക്കനായ കുട്ടി. ഒരു ദിവസം നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചി ക്രൂശിതനായ യേശുവിന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുക, കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ പാപിയായ എന്നോട് കരുണയായിരിക്കണമെന്ന് പറഞ്ഞ് അമ്മച്ചി ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മച്ചി കാണാതെ ഈ പേരക്കുട്ടി വീടിന്റെ 2ാമത്തെ നിലയിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. കർത്താവേ കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞ് അമ്മച്ചി പ്രാർത്ഥിക്കുമ്പോൾ ഈ ചെറുക്കൻ പെട്ടെന്ന് ഇവന്റെ സ്വരം ഒന്ന് മാറ്റിയിട്ട് ഒരു ബാസ് ടോണാക്കി. എന്നിട്ട് ഇവൻ അമ്മച്ചിയെ വിളിച്ചു, മകളെ. ഇത് കേട്ട ഉടൻ അമ്മച്ചി, എന്റെ ഈശോയെ. അമ്മച്ചിക്ക് ഭയങ്കര ഒരു അഭിഷേകം, അമ്മച്ചി ആവേശം കൊള്ളാണ്. എന്റെ കർത്താവേ, ഇന്നെങ്കിലും നീ എന്നോട് സംസാരിച്ചല്ലോ. അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷം. ഈ ചെറുക്കൻ അടുത്തൊരു ഡയലോഗ് പറഞ്ഞു, മകളെ, എനിക്ക് നിന്നോട് ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. ഇത് കേട്ട ഉടനെ അമ്മച്ചിക്ക് ഭയങ്കരമായ ആവേശമായി. അമ്മച്ചി പറഞ്ഞു, കർത്താവേ അരുളി ചെയ്താലും ദാസിതാ ശ്രമിക്കുന്നു. ഡയലോഗിന് ഒരു കുറവ് നമുക്കില്ല. ഇഷ്ടം പോലെ സ്റ്റോക്ക് വെച്ചിരിക്കുക. അമ്മച്ചി പറഞ്ഞു, അരുളി ചെയ്യാൻ പറഞ്ഞു. ഈ അമ്മച്ചിയുടെ തനി സ്വഭാവം ഈ കൊച്ചിനറിയാം. കാരണം ഇവൻ അമ്മച്ചിയുടെ കൂടെയാണല്ലോ കഴിയുന്നത്. ഇവൻ വീണ്ടും പറഞ്ഞു, മകളെ, നീ നിന്റെ മരുമകളോട് ക്ഷമിക്കുക. ഇത് കേട്ട ഉടനെ എന്റെ ഈശോയെ, പെട്ടെന്ന് അമ്മച്ചിയുടെ അഭിഷേകം ഇങ്ങോട്ട് ചോർന്നു പോയതുപോലെ. അഭിഷേകം അങ്ങനെ ചോർന്നു പോകുന്നതല്ല കേട്ടോ പ്രിയപ്പെട്ടവരെ. അഭിഷേകം പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്. ഈ ഒരു ആത്മീയതയാണ് ഞാനും നിങ്ങളും പണിതുയർത്തേണ്ടത്. കായൻ ആത്മീയതയോട് വിട പറഞ്ഞ് കർത്താവിന്റെ സ്നേഹത്തിൽ വസിക്കുന്നവരായി നമ്മൾ മാറണം. പെട്ടെന്ന് അമ്മച്ചി ആകെ ദുഃഖിതയായി. കർത്താവേ, നീ ഇങ്ങനെയൊക്കെ പറയൂ. അമ്മച്ചിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ. ഈ ചെറുക്കൻ അവസാനമായി ഒരു ഡയലോഗ് കൂടി പറഞ്ഞു, മകളെ, ഞാൻ പറഞ്ഞത് ഉടനെ തന്നെ അനുസരിക്കുക. ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അമ്മച്ചിയുടെ സകല കൺട്രോളും പോയി. അമ്മച്ചി പറഞ്ഞു, ക്രൂശിതനായ യേശുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, വെറുതെയല്ലടാ. 2000 കൊല്ലങ്ങൾക്ക് മുൻപ് യഹൂദന്മാർ നിന്നെ കുരിശിൽ തറച്ച് കൊന്നത്. നിന്റെ കയ്യിലിരിപ്പ് ഇതുപോലെയല്ലേ? എന്നാ നീ മാനസാന്തരപ്പെടുന്ന ആരോട്? കർത്താവിനോട്. കാര്യം പറഞ്ഞപ്പോ അമ്മച്ചിയുടെ കളറ് മാറി. ഇതാണോ ആത്മീയത? ഇതാണോ പ്രാർത്ഥനാ ജീവിതം? ഇതാണോ കർത്താവ് ആഗ്രഹിക്കുന്ന ജീവിത വിശുദ്ധി? ഇതൊക്കെ ഭക്തപ്രകടനങ്ങളാ. ഞാൻ അതുകൊണ്ടാ പറഞ്ഞ, ഇങ്ങനെയുള്ള ഭക്തശിരോമണികള് ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. നിത്യതയിൽ അതെല്ലാം കത്തിച്ചാരമായി വെണ്ണീറായി പോകും. അതുകൊണ്ട് കർത്താവിന് യോഗ്യമായ ഒരു ജീവിതം നയിക്കണം. പ്രിയ മാതാവേ, പിതാവേ, നിന്റെ മാതൃത്വം നിന്റെ പിതൃത്വവും കർത്താവിന് യോഗ്യമാകണം. ഭാര്യ ഭർത്താക്കന്മാരെ, ഒരു ഭാര്യ ഒരു ഭർത്താവ് എന്ന നിലയിൽ നമ്മുടെ കുടുംബജീവിതം കണ്ട് കർത്താവിനെ സന്തോഷിക്കാൻ പറ്റണം. പ്രിയ കുഞ്ഞുങ്ങളെ, അത് നമ്മുടെ അപ്പനും നമ്മുടെ അമ്മയ്ക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സഭയ്ക്കും നമ്മളൊരു അനുഗ്രഹമായി തീരണം. ഞാൻ എവിടെയായിരുന്നാലും അവിടെ ഒരു അനുഗ്രഹമായി തീരുവാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ ജനം. ഈ സത്യം മനസ്സിലാക്കുക. ആരൊക്കെ കായേന്റെ മാർഗത്തിൽ ജീവിക്കുന്നുവോ അവർക്ക് ദുരിതമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായ ഭാഷയിലാണ് പറയുന്നത്. കായേന്റെ മാർഗം ഭക്തിയുടെ ബാഹ്യരൂപമണിഞ്ഞ്, അങ്ങനെ ചില ആൾക്കാരുണ്ട്, കള്ളുകുടി മുക്കുടിയന്മാരാ, പക്ഷെ പള്ളി കമ്മിറ്റിയിൽ ഒന്നാമനാ. വ്യഭിചാരവും കർത്താവിനെ വേദനിപ്പിക്കുന്ന തെറ്റായ ബന്ധങ്ങളും ഇതൊന്നും വിട്ടുകളയാതെയാണ് പലരും ആത്മീയതയുടെ മുഖം മൂടി അണിഞ്ഞ് ഇന്ന് ജീവിക്കുന്നത്. അത് കായേന്റെ ആത്മീയതയാണെന്ന് പരിശുദ്ധാത്മാവ് സഭാമക്കളോട് പറയുകയാണ്. ആ മാർഗത്തെ പരിപൂർണമായി വിട്ടുപേക്ഷിച്ച് കർത്താവിന് യോഗ്യമായ ഒരു യഥാർത്ഥ ആത്മീയ ജീവിതം നയിക്കാൻ നമുക്കൊക്കെ തീരുമാനമെടുക്കാം. ഒരു സെക്കൻഡ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് പരസ്പരം കരങ്ങളൊന്ന് കോർത്ത് പിടിച്ച്, എല്ലാവരും പ്ലീസ് കരങ്ങളൊന്ന് കോർത്ത് പിടിച്ച് മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ചുകൊണ്ടെന്ന് പറഞ്ഞ്, നീ ഒരു അനുഗ്രഹമാണ്. യു ആർ എ ബ്ലെസ്സിംഗ്.
മാതാപിതാക്കൾ മക്കളെ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞു, നീ ഒരു അനുഗ്രഹമാണ്. ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഒന്ന് പറഞ്ഞ്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നിങ്ങൾ നിങ്ങളുടെ സഹോദരിമാരോട് പരസ്പരം ഒന്ന് പറഞ്ഞ്, യു ആർ എ ബ്ലെസ്സിങ്, യു ആർ എ ബ്ലെസ്സിങ്. യെസ്, നീ ഒരു അനുഗ്രഹമാണ്. നമുക്ക് ആ വരികളൊന്ന് ഏറ്റു പറയാം. നീയൊരു അനുഗ്രഹമാണ്, നീയൊരു അനുഗ്രഹമാണ്, നീയൊരു അനുഗ്രഹമാണ്. നിന്റെ സഭയ്ക്ക്, നിന്റെ കുടുംബത്തിന്, നിന്റെ സമൂഹത്തിന്, നിന്റെ മാതാപിതാക്കൾക്ക്, നിന്റെ കുഞ്ഞുങ്ങൾക്ക്, നിന്റെ ജോലി സ്ഥലത്ത്, നീ ആയിരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം നീ ഒരു അനുഗ്രഹമാണ്. യു ആർ എ ബ്ലെസ്സിങ്, യു ആർ എ ബ്ലെസ്സിങ്, യു ആർ എ ബ്ലെസ്സിങ്. ഈ ബോധ്യം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് കപടതയുടെ പൊയ്മുഖങ്ങളെല്ലാം വലിച്ചു കളഞ്ഞ് കർത്താവിന് യോഗ്യമായ ജീവിതം നയിച്ച് യഥാർത്ഥ ആത്മീയരായി നമ്മെ ജീവിക്കാം. നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബങ്ങളെയും സകല ആവശ്യങ്ങളെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ആരാധന, 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 ആരാധന. പരിശുദ്ധരിൽ പരിശുദ്ധനായ കർത്താവേ, മഹത്വപൂർണനായ ഞങ്ങളുടെ മുൻപിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന തിരുസാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു, കായേന്റെ മാർഗം ഉപേക്ഷിക്കുക. ആത്മീയ മണ്ഡലങ്ങളിൽ കടന്നുപറ്റിയിരിക്കുന്ന തെറ്റായ ആത്മീയതയെ കത്തിച്ചാരമാക്കുന്ന സ്വർഗീയ അഗ്നിയായ പരിശുദ്ധാത്മാവ് സഭാ സമൂഹങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, തലമുറകളിൽ കത്തിപ്പടരുവാൻ കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ദൈവജനത്തെ രൂപാന്തരപ്പെടുത്തുന്ന സ്വർഗീയ തീയായി സഭ മുഴുവനിലും കത്തിപ്പടരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് അനേകം കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ കരുണ കടന്നു വരുന്നു. കർത്താവിന്റെ സാന്നിധ്യം തീ പോലെ കത്തിപ്പടരുന്നു. അത്ഭുത ഡെലിവറൻസ് ഉണ്ടാകുന്നു. അനേകം രോഗികൾ ഈ സമയം കർത്താവ് സൗഖ്യമാക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ, വിശ്വാസത്തിൽ ജ്വലിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവെ പ്രവർത്തിക്കണമേ, അത്ഭുതങ്ങളുടെ ദൈവമേ പ്രവർത്തിക്കണമേ. എല്ലാ ബന്ധന കെട്ടുകളെയും പൊട്ടിക്കണമേ, എല്ലാ കപടതകളെയും നിർവീര്യമാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ, സമൂഹങ്ങളെ യഥാർത്ഥ ആത്മീയത കൊണ്ട് നിറയ്ക്കണമേ. കരമുയർത്തി, സ്വരമുയർത്തി യേശുവിനെ വിളിക്കുന്നു. യേശുവേ, യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, കൃപകൾ നൽകണമേ, വരദാന ഫലങ്ങൾ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ. തകർന്ന ജീവിതങ്ങളെ, വേദനിച്ചിരിക്കുന്ന കുടുംബങ്ങളെ, നിരാശയിൽ കഴിയുന്ന 10,000-ങ്ങളെ സ്വർഗീയ പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ. എല്ലാ പാപക്കെട്ടുകളെയും പൊട്ടിക്കണമേ. രഹസ്യ പാപങ്ങള്, വിട്ടുമാറ്റാൻ കഴിയാത്ത നടക്ക ദോഷങ്ങളിലേക്ക് കർത്താവിൽ നിന്ന് തീയിറങ്ങട്ടെ. അതെല്ലാം കത്തിച്ചാരമായി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നാം, ഈശോ നമ്മൾ അനുഗ്രഹിക്കുന്ന സമയം കർത്താവ് നൽകുന്ന കൃപകളും നന്മകളും സ്വീകരിച്ചുകൊണ്ട് നന്ദിയോടെ സ്തുതിച്ചു പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോർഡ് ബ്ലെസ്, ബ്ലെസ്, ബ്ലെസ് ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് സുഖപ്പെടുത്തുന്ന കർത്താവ്. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്ക് എല്ലാവർക്കും കടന്നു വരും. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ,